സോ മോസ്റ്റ്ലി ഇന്നൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷൻ ആണ്. മ്യൂട്ട് ചെയ്യണേ, എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഇന്നൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷൻ ആണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാം DH, MOH, ഹാദ്, അതേപോലെ ഒമൻ, നമ്മൾ എല്ലാം ബേസ് ചെയ്തിട്ട് കുറച്ച് ഫയൽസിൽ നിന്ന് എടുത്തതും അതേപോലെ തന്നെ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, അങ്ങനെയാണ് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇന്ന് മുതൽ നമ്മൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതുവരെ ടെക്നീഷ്യന്റെ 2 ക്ലാസ് എടുത്തിരുന്നു, ഇന്നിപ്പോ നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഒന്ന് ഇന്ററാക്റ്റീവ് ആക്കുക കേട്ടോ ക്വസ്റ്റ്യൻ സെക്ഷൻസ്. സ്ക്രീൻ കാണുന്നില്ല എല്ലാവർക്കും? Okay. So first question, which of the following terms describes living microbe with reduced virulence and used for vaccination? So question എന്താ? ഒരു ലിവിങ് മൈക്രോബ് വിറുലൻസ് റെഡ്യൂസ് ചെയ്തിട്ട് വാക്സിനേഷന് യൂസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പിന്റെ നെയിം എന്താണ് അറിയോ ഇതിന്റെ ആൻസർ? Which of the following term describes living microbe? Attenuated ആണോ? Attenuated. എന്താണ് അറ്റിന്യൂവേറ്റഡ് എന്ന് പറഞ്ഞാല്? അറ്റിന്യൂവേറ്റഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓർഗാനിസത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന അർത്ഥം? ലൈവ് വീക്കൻ ചെയ്യുന്നു എന്നാണ് അർത്ഥം അല്ലേ? അതായത് ആ ഒരു പെർട്ടിക്കുലർ ബാക്ടീരിയ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വൈറസിനെ നമ്മൾ എന്ത് ചെയ്യുക? വീക്കൻ ചെയ്യുക അല്ലേ? സോ നമുക്ക് ആ ഒരു അസുഖം വരില്ല, ബട്ട് ദേ ക്യാൻ ഗീവ് ഇമ്മ്യൂൺ റെസ്പോൺസ്. നമുക്കൊരു ഇമ്മ്യൂൺ റെസ്പോൺസ് കിട്ടും. ആ ഒരു പെർട്ടിക്കുലർ ബാക്ടീരിയ, നമ്മൾ എടുക്കുന്ന ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസിനെ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ജസ്റ്റ് വീക്കൻ ചെയ്തിട്ട് നമ്മളത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് കിട്ടും. അതിനെയാണ് നമ്മൾ അറ്റിന്യൂവേറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പം ഡോർമെന്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഓപ്ഷൻസിൽ ഒരു ഓപ്ഷൻ ആണ് ഡോർമെന്റ് സ്റ്റേജ്. ഡോർമെന്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? അറിയില്ല. ഡോർമെന്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, ഈ റെസ്റ്റിംഗ് സ്റ്റേജിൽ നമുക്ക് ഡിസീസ് വരില്ല എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ആ ഒരു ഓർഗാനിസം റെസ്റ്റിംഗ് സ്റ്റേജിൽ നിന്നാ പറയുന്നത്. സോ ഡോർമെന്റ് സ്റ്റേജിൽ നമുക്ക് ഡിസീസ് വരാം. അതേപോലെ എൻകാപ്സുലേറ്റഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ഡി, എൻകാപ്സുലേറ്റഡ്. എൻകാപ്സുലേറ്റഡ് സ്റ്റേറ്റിലും നമുക്ക് ഡിസീസ് വരാം. അതുപോലെ വൈറുലൻ സ്റ്റേറ്റിലും നമുക്ക് ഡിസീസ് വരാം. നമുക്ക് ഡിസീസ് വരാതെ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് കിട്ടുന്ന സ്റ്റേറ്റ് ആണ് അറ്റിന്യൂവേറ്റഡ്. ഓക്കെ. So next question ആണ്, which of the following vaccines is contraindicated in a pregnant woman? Important ആണ്, കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ പോളിയോ വാക്സിൻ, ഓപ്ഷൻ ബി ഇൻഫ്ലുവൻസ വാക്സിൻ, ഓപ്ഷൻ സി മീസൽസ്, മംസ്, റുബെല്ല, ആൻഡ് ഓപ്ഷൻ ഡി ടി-ടാപ്പ്, ടെറ്റനസ്, ഡിഫ്തീരിയ, പെർട്യൂസിസ്. എന്തായിരിക്കും ആൻസർ? എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ സി, MMR വാക്സിൻ. എന്തുകൊണ്ട് MMR നമ്മൾ പറയാൻ കാരണം? സി, എന്തുകൊണ്ട് MMR പറയാൻ കാരണം? ലൈവ് വാക്സിൻ ആയതുകൊണ്ട്. ലൈവ് വാക്സിൻ MMR പറയാൻ കാരണം. മീസൽസ്, മംസ്, റുബെല്ല ഇറ്റ് ഈസ് എ ലൈവ് വാക്സിൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അത് പ്രഗ്നന്റ് വുമണിൽ കോൺട്രാൻഡിക്കേറ്റഡ് ആണെന്ന് പറയാൻ കാരണം. ബാക്കിയുള്ള പോളിയോ, ഇൻഫ്ലുവൻസ, ടി-ടാപ്പ് ഒക്കെ എന്താണ്? ഇനാക്ടിവേറ്റഡ് വാക്സിൻ ആണ്. ഇതിൽ ലൈവ് വരുന്നത് MMR ആണ്. സോ ഇറ്റ് ഈസ് കോൺട്രാൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നന്റ് വുമൺ. നെക്സ്റ്റ്, which vaccine has maximum age? ഓപ്ഷൻ എ MMR, ബി BCG, സി റോട്ട ആൻഡ് ഡി മീസൽസ്. ഏതാണ്? ഏതായിരിക്കും മാക്സിമം ഏജ്? ആൻസർ ബി ആണ്. BCG വാക്സിൻ ഏത് ഡിസീസിനെതിരെ ഉള്ളതാ? TB. സോ BCG വാക്സിൻ ആണ് നമുക്ക് മാക്സിമം ഏജ് പറയുക. എപ്പോഴാണ് BCG വാക്സിൻ നമ്മൾ കൊടുക്കുന്നത്? ബർത്തിൽ. അറ്റ് ബർത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലെ? അറ്റ് ബർത്ത് ഓർ ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫ്, അങ്ങനെ നമ്മൾ പറയാം. അറ്റ് ബർത്ത് കൊടുക്കുന്ന വാക്സിൻ ആണ് BCG. ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് TB. അതേപോലെ MMR നമ്മൾ എപ്പോഴാണ് കൊടുക്കുക?
ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഫോർ ചിൽഡ്രൻ 12 മന്ത്സ് ഓർ ഓൾഡർ. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുക. MMR ഫോർ ചിൽഡ്രൻ 12 മന്ത്സ് ഓർ ഓൾഡർ. ഒരു 12 മാസം അല്ലെങ്കിൽ അതിൽ മുകളിലുള്ള കുട്ടികൾക്കാണ് നമ്മൾ MMR കൊടുക്കുക. റോട്ട എങ്ങനെയാ കൊടുക്കുക? റോട്ട നമുക്ക് 2 മന്ത്സ് ആവുമ്പോൾ നമുക്ക് റോട്ട കൊടുക്കാൻ പറ്റും. ഓക്കെ. പിന്നെ മീസിൽസ് പറഞ്ഞാലും ഇറ്റ് ഈസ് ലൈക്ക് MMR. MMRൽ എന്തൊക്കെയാ ഉള്ളത്? മീസിൽസ്, മംസ്, റുബല്ല. സോ സെയിം ആ ഒരു കൈൻഡിൽ തന്നെയാണ് നമ്മളെ മീസിൽസിന്റെ വാക്സിൻ അങ്ങനെ സെപ്പറേറ്റ് കൊടുക്കാറില്ല. MMRൽ തന്നെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ കൊടുക്കും. സോ ഇതിൽ മാക്സിമം ഏജ് എന്ന് പറയുന്നത് ഏതാണ്? BCG ഗിവൺ അറ്റ് ദി ടൈം ഓഫ് ബർത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. A 25-year-old male is admitted due to hypersensitivity reaction to some drug ingestion 4 hours ago. Patient is given a drug which causes dilation of vessels, muscles, constriction of cutaneous vessels, and positive inotropic and chronotropic effect of the heart. Which of the following is the most likely drug given? നമുക്ക് പേഷ്യന്റിന് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ഉണ്ടെന്നാ പറയുന്നത്. ഓക്കെ. സോ എന്തൊക്കെ റിയാക്ഷൻ ഉണ്ടായെന്ന് വെച്ചാൽ ഡയലേഷൻ ഓഫ് മസിൽസ് ഉണ്ടായിട്ടുണ്ട്, കൺസ്ട്രിക്ഷൻ ഓഫ് വെസൽസ് ഉണ്ടായിട്ടുണ്ട്, അതേപോലെ അയനോട്രോപ്പിക്കും കൊറോണോട്രോപ്പിക് എഫക്ട്സ് ഓഫ് ദി ഹാർട്ടും ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഈ അയനോട്രോപ്പിക് കൊറോണോട്രോപ്പിക് എഫക്ട് എന്ന് പറഞ്ഞാല്? റേറ്റും കൊറോണോട്രോപ്പിക് എന്ന് പറഞ്ഞാല് ഹാർട്ട് റേറ്റ് കൂടുക, അയനോട്രോപ്പിക് എന്ന് പറഞ്ഞാല് കോൺട്രാക്ഷൻ. ഓക്കെ. സോ ഇത്രയും കണ്ടീഷൻസ് വന്നിട്ടുണ്ട് ആ പേഷ്യന്റിന്. അപ്പം ഏത് ഡ്രഗ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും? അഡ്രിനാലിൻ. അഡ്രിനാലിൻ. എന്തുകൊണ്ടോ? ഇതിന്റെ ഓരോന്നിന്റെയും പറയാവോ? അഡ്രിനാലിൻ എന്ന് പറഞ്ഞാല് പറയാവോ? എന്തുകൊണ്ടാ ഇപ്പൊ അഡ്രിനാലിൻ എന്ന് പറഞ്ഞത്? ഈ ADR ഒക്കെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസിന് അഡ്രിനാലിൻ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഹോസ്പിറ്റൽസിൽ. എനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ആണ് ക്ലിനിക്കലി നമുക്ക് പറയാം. നമുക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉള്ളപ്പോൾ നമ്മളിത് കൊടുക്കാറുണ്ട്. അതല്ലാണ്ട് നമ്മളൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അഡ്രിനാലിൻ എന്ന് പറഞ്ഞാല് എന്തൊക്കെയാണ്? α1 അഡ്രിനർജിക് റിസപ്റ്റർ ആക്ടിവേഷനും അതേപോലെ തന്നെ β2 അഡ്രിനർജിക് ആക്ടിവേഷനും ഹെൽപ്പ് ചെയ്യും അല്ലെ? അതായത് അഡ്രിനാലിൻ എന്ന് പറഞ്ഞാൽ ഡയലേഷനും ഉണ്ടാക്കും, അതേപോലെ തന്നെ കൺസ്ട്രിക്ഷനും ഉണ്ടാക്കും, അതേപോലെ ഹാർട്ട് റിലേറ്റഡ് കോൺട്രാക്ടിലിറ്റി ആൻഡ് ഹാർട്ട് റേറ്റും കൂട്ടും. ഇതെല്ലാം അഡ്രിനാലിന്റെ റിയാക്ഷൻസ് ആണ്. ഓക്കെ. ബിക്കോസ് ഓഫ് ദി α1 ആൻഡ് β2 നമുക്ക് റിസപ്റ്ററിൽ അഡ്രിനാലിൻ ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡയലേഷനും ഉണ്ടാവും, കൺസ്ട്രിക്ഷനും ഉണ്ടാവും. ഹാർട്ടിലാണെങ്കിൽ പോസിറ്റീവ് അയനോട്രോപ്പിക്കും കൊറോണോട്രോപ്പിക് എഫക്റ്റും ഉണ്ടാവും. ഇപ്പൊ ഒരു നെക്സ്റ്റ് ഡ്രഗ് ഇവര് പറയുന്നതാണ് ഐസോപ്രോട്രിനോൾ. അത് എന്തായിരിക്കും? ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഐസോപ്രോട്രിനോൾ എന്ന് പറഞ്ഞാൽ അതും നമ്മൾ ഹാർട്ട് റിലേറ്റഡ് ഡിസീസിനൊക്കെ കൊടുക്കുന്നതാണ്. പക്ഷെ അത് നമുക്ക് α1 ആക്ടിവിറ്റി തരത്തില്ല, β2 ആക്ടിവിറ്റി അത് തരുള്ളൂ. α1 തരില്ല, β2 ആക്ടിവിറ്റി അത് തരുള്ളൂ. സോ അത് മെയിൻലി നമുക്ക് എന്തിനെ എഫക്ട് ചെയ്യുക? ഡയലേഷന് സഹായിക്കും ആൻഡ് ഓൾസോ ഹാർട്ട് റിലേറ്റഡ് എഫക്റ്റും കിട്ടും. നമുക്കൊരു കൺസ്ട്രിക്ഷൻ എഫക്റ്റ് അവിടെ ഐസോപ്രോട്രിനോൾ തരില്ല. നെക്സ്റ്റ് അസിറ്റൈൽ കോളൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോളിനർജിക് ഡ്രഗ്. ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അല്ലെ? കോളിനർജിക് ഡ്രഗ് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. സോ അതൊരു കോളിനർജിക് എഫക്റ്റ് ആ തരും, അങ്ങനെ ഒരു ഡയലേഷൻ എഫക്റ്റ് ഒന്നും അത് തരില്ല. നെക്സ്റ്റ് ആണ് ഇവർ പറയുന്നത് മെറ്റാ പ്രോട്ടെറിനോൾ. അതെന്താ ചെയ്യാ? മെറ്റാപ്രോട്ടിനോളും β2 എഫക്ട്, അതായത് ഡയലേഷൻ എഫക്റ്റ് ആണ് തരിക. സോ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഇവർ ഈ കൺസ്ട്രിക്ഷനും ഡയലേഷനും ഹാർട്ട് റിലേറ്റഡും എല്ലാം തരുന്ന ഏതാന്ന് ചോദിച്ചാല് ആൻസർ അഡ്രിനാലിനാണ്. അപ്പോൾ ഇത്രയും ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. പക്ഷെ നമുക്ക് ഇത് ഈസി ആയിട്ട് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഈസിലി ആൻസർ എഴുതാൻ പറ്റും അഡ്രിനാലിന്. ഓക്കെ. പക്ഷെ ജസ്റ്റ് ഏറ്റവും എല്ലാ ഡ്രഗും എന്തുകൊണ്ട് ഇല്ല എന്നുള്ളതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പം ഈ ക്വസ്റ്റ്യൻ വേറെ രീതി വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ. സോ ജസ്റ്റ് ഈസിലി നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എഴുതാം. ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് കണ്ടാൽ ഡയറക്റ്റ് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ആൻസർ ആണ്
അഡ്രിനാലിൻ. അതല്ലാണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ്സും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതും കൂടെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതല്ലാണ്ട് വേറൊരു രീതി ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, which of the following prescription may have a potential to cause medication error? ഇത് ലാസ്റ്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് മന്തിലെ ഒരു എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിന്റെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ എ അംലോഡിപ്പിൻ 5.0 mg POD, ഓപ്ഷൻ ബി തൈറോക്സിൻ 25 mcg PO daily, സി അസിറ്റാമിനോഫൻ 500 mg PO TID, ആൻഡ് ഓപ്ഷൻ ഡി റെഗുലർ ഇൻസുലിൻ 5 യൂണിറ്റ് സബ്ക്യൂട്ടേനിയസ്ലി സ്റ്റാറ്റ്. സോ ഏതിനാണ് മെഡിക്കേഷൻ എറർ ഉണ്ടാവാൻ കൂടുതൽ ചാൻസ് എന്നാണ് ചോദിക്കുന്നത്? ഏതാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ അംലോഡിപ്പിൻ. എന്തുകൊണ്ടാ ഓപ്ഷൻ എ എന്ന് പറയാൻ കാരണം? 5.015 പെട്ടെന്ന്. അതെ, 5.0 നമ്മൾ മെൻഷൻ, നമുക്ക് ആ ഡെസിമൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാല് അതെന്താ നമ്മൾ അറിയാണ്ട് 50 എന്ന് വായിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ എയിലാണ് മെഡിക്കേഷൻ എറർ കൂടാൻ ചാൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, a drug was given to a patient with a constant A drug was given to a patient with a constant intravenous infusion rate of 10 mg per hour. The half-life of a drug is 3 hours. Which of the following is the time in hours to reach steady state plasma concentration? So question എന്താന്ന് വെച്ചാല് time to reach steady state plasma concentration. So ഈ കാൽക്കുലേഷൻ എങ്ങനെയാ ചെയ്യണ്ടേ? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാൽക്കുലേഷൻ. എങ്ങനെയാ ചെയ്യണ്ടേ? എങ്ങനെയായിരിക്കും അറിയോ? ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഒരു ടൈം ടു റീച്ച് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് മോസ്റ്റ്ലി നമ്മൾ പറയുന്നത് 4 to 5 t-half ഇടയ്ക്കായിരിക്കും. 4 to 5 t-half. ഇപ്പൊ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞ ഒരു 4.3 t-half എന്ന് നമ്മൾക്ക് പറയാം. ഒരു ടൈം ടു റീച്ച് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത് 4 to 5 t-half ഇടയ്ക്കാണ് നമ്മൾ ഒരു പ്രോപ്പർ സ്റ്റഡി സ്റ്റേറ്റിലേക്ക് ഒരു പ്ലാസ്മ കോൺസെൻട്രേഷൻ എത്താനുള്ള ടൈം എന്ന് നമ്മൾ പറയുന്നത്. സോ ഇതിൽ നമുക്ക് ഡയറക്റ്റ് ആ ഒരു ഇക്വേഷൻ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. അതായത് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിൽ പറയുന്നുണ്ട് ദ ഹാഫ് ലൈഫ് ഓഫ് എ ഡ്രഗ് ഈസ് 3 hours എന്ന് പറയുന്നുണ്ട് അല്ലേ? സോ ഹാഫ് ലൈഫ് ഓഫ് എ ഡ്രഗ് ഈസ് 3 hours എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? 4 ഹാഫ് ലൈഫിൽ എത്രയാണെന്ന് നോക്കുക. 4 ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 4 into t-half 12 hours. അതേപോലെ 5 ഹാഫ് ലൈഫിലും എത്രയാ നോക്കുക. 5 into 3 15 hours. അപ്പൊ 12 ഹവേഴ്സിന്റെയും 15 ഹവേഴ്സിന്റെയും ഇടയ്ക്കായിരിക്കും നമുക്ക് പ്രോപ്പർ സ്റ്റഡി സ്റ്റേറ്റ് കിട്ടുന്നതെന്ന് കിട്ടും. സോ നമ്മുടെ ആൻസറിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ട് 12ന്റെയും 15ന്റെയും ഇടയ്ക്കുള്ള ഒരു ഓപ്ഷൻ ഏതാന്ന് നോക്കുക, അത് ചൂസ് ചെയ്യും. ഇവിടെ നമുക്ക് ഡയറക്റ്റ് 15 തന്നെ ഓപ്ഷൻ ഉണ്ട്. സോ നമുക്കത് ഡയറക്ട്ലി ചൂസ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനത്തെ ഈ സ്റ്റഡി സ്റ്റേറ്റ് പ്ലാസ്മ കോൺസെൻട്രേഷൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചിലപ്പോൾ നമുക്ക് ഇൻഫ്യൂഷൻ റേറ്റ് അല്ലെങ്കിൽ ഡോസ് ടൈം അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രമായിരിക്കും. നമുക്കിപ്പം ഒരു സ്റ്റഡി സ്റ്റേറ്റ് പ്ലാസ്മ കോൺസെൻട്രേഷന്റെ ടൈമാണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ 4 to 5 t-half ഇടയ്ക്ക്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് പറഞ്ഞാൽ ഒന്നെങ്കിൽ 4.3 t-half. സോ t-half നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഹാഫ് ലൈഫ് ഓഫ് ദ ഡ്രഗ് അതാണ് t-half. അത് 3 hours തന്നിട്ടുണ്ട്. ഡയറക്റ്റ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ കിട്ടും. ഓക്കെ, മനസ്സിലായോ ഇത്? ഹലോ, മനസ്സിലായിട്ടുണ്ടോ? ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇൻഫ്യൂഷൻ റേറ്റ് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? ടു റീച്ച് സ്റ്റഡി സ്റ്റേറ്റ് പ്ലാസ്മ കോൺസെൻട്രേഷൻ, അതായത് CSS കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഡയറക്റ്റ് നിങ്ങൾ ആലോചിച്ച് വെക്കുക, ടൈം ടു റീച്ച് CSS ഈസ് 4 to 5 t-half. t-half നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, അല്ലാണ്ട് ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ ഫാർമസി റിസീവ്സ് എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലേബിൾഡ് 800 mg twice daily for 3 days.
The available strength of labetalol in the pharmacy is 200 mg. Which of the following is the number 200 mg labetalol tablet needed to prepare the above prescription for the total duration? സോ ക്വസ്റ്റൻ എന്താന്ന് വെച്ചാൽ ഒരു പ്രിസ്ക്രിപ്ഷൻ കിട്ടി, ലാബിറ്റലോൾ ആണ് നമുക്ക് 800 mg ലാബിറ്റലോൾ ട്വൈസ് ഡെയിലി ഫോർ 3 days. ഇതാണ് നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ. പക്ഷെ ഫാർമസിയിൽ അവൈലബിൾ ആയിട്ടുള്ള ലാബിറ്റലോൾ എന്ന് പറഞ്ഞാൽ 200 mg ആണ്. സോ നമുക്ക് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? എത്ര എണ്ണം വേണം എന്നാണ്. എത്ര 200 mg ലാബിറ്റലോൾ ടാബ്ലറ്റ് വേണം നമ്മുടെ എബവ് പ്രിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഒന്ന് പ്രിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട് 800 mg ട്വൈസ് ഡെയിലി ഫോർ 3 days. അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നമ്മുടെ ഫാർമസിയിലുള്ള അവൈലബിൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 200 mg ആണ്. എന്നാൽ എത്ര 200 mg ടാബ്ലറ്റ് വേണം ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് എബവ് പ്രിസ്ക്രിപ്ഷൻ? ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഇത് എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്? ഇത് ചെയ്യേണ്ടത് നമുക്ക് തന്നിട്ടുണ്ട് ഡയറക്ട്ലി 800 mg. എങ്ങനെയാ ചെയ്യേണ്ടത്? 800 mg ട്വൈസ് ഡെയിലി എന്ന് തന്നിട്ടുണ്ട് ഫോർ 3 times അല്ലേ? സോ എങ്ങനെയാ ചെയ്യേണ്ടത്? 800 into 2 into 3 ചെയ്യണം. എങ്ങനെയാന്ന് മനസ്സിലായോ? ആദ്യം 800 mg ട്വൈസ് ഡെയിലി, അപ്പൊ into 2 ഫോർ 3 days, 3 ദിവസത്തേക്ക്. അപ്പൊ 800 into 2 into 3 എത്ര ആൻസർ വരിക? 800 into 2 into 3 എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ വരിക? ഓൾമോസ്റ്റ് 4800 mg ആണ് ആൻസർ വരിക. ആദ്യം നമ്മൾ ടോട്ടൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കേണ്ടത്. 800 mg യുടെ ടാബ്ലറ്റ് കൊണ്ടുള്ള ടോട്ടൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കണം. അതായത് 800 mg ട്വൈസ് ഡെയിലി ഫോർ 3 days. അപ്പൊ 800 mg into 2 times ആണ് കഴിക്കേണ്ടത്. അപ്പൊ 2 into 3 days ഫോർ 3 days കണ്ടുപിടിക്കണം. അപ്പൊ 800 into 2 into 3 ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്ന 4800 mg ആണ്. ഇത്രയാണ് 800 mg ടാബ്ലറ്റ് കൊണ്ടുള്ള ടോട്ടൽ നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ നമ്മുടെ കയ്യിലുള്ള എത്രയാണ്? 200 mg ടാബ്ലറ്റ് ആണ്. നമ്മുടെ ഫാർമസിയിൽ നമ്മുടെ കയ്യിലുള്ളത് 200 mg ടാബ്ലറ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിൽ ഡിവൈഡ് ചെയ്യാം. നമുക്ക് കിട്ടിയ സ്ട്രെങ്ത്, ടോട്ടൽ സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ നമ്മുടെ കയ്യിലുള്ള ഒരു ടാബ്ലറ്റിന്റെ സ്ട്രെങ്ത് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 4800 ഡിവൈഡഡ് ബൈ 200 ചെയ്യുക. സോ നമുക്ക് നമ്പർ ഓഫ് ടാബ്ലറ്റ് കിട്ടും. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് എന്താണോ നമുക്ക് വേണ്ടത് അത് ആദ്യം കണ്ടുപിടിക്കും. ഇപ്പൊ ഇതിൽ നമുക്ക് 800 mg ട്വൈസ് ഡെയിലി ഫോർ 3 days അങ്ങനെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അത് എത്രയാണ് സ്ട്രെങ്ത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ആ കിട്ടിയ സ്ട്രെങ്ത് നമ്മുടെ കയ്യിൽ എത്രയാണോ അവൈലബിൾ ആയിട്ടുള്ള സ്ട്രെങ്ത് അത് വെച്ച് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ടോട്ടൽ സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ അവൈലബിൾ സ്ട്രെങ്ത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ടാബ്ലറ്റ്സ് കിട്ടും. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നമ്മൾ ഇന്ന് ഓൾമോസ്റ്റ് ചെയ്യുന്ന ഒക്കെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നാളെ മുതലാണ് നമ്മൾ ഒന്നും കൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് രീതിയിലേക്ക് പോവുക. ഇന്നിപ്പോ സ്റ്റാർട്ടിങ് ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റനും സിമ്പിൾ തന്നെയാണ് ഇന്നത്തെ. ഇനി നെക്സ്റ്റ്, എ 45-year-old patient of rheumatoid arthritis has been prescribed naproxen 250 mg enteric coated tablet twice daily. The elimination half-life of naproxen is 12 hours. How much time it would take to reach 95% of the steady state plasma concentration? ഇതിന്റെ ആൻസർ എങ്ങനെയായിരിക്കും വരിക? സോ ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് 45-year-old പേഷ്യന്റ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ള ഒരു പേഷ്യന്റ് ആണ്. 45-year-old റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ള പേഷ്യന്റ് ആണ്. ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് വിത്ത് 250 mg enteric coated naproxen twice daily. ഓക്കെ, എലിമിനേഷൻ ഹാഫ് ലൈഫ് ഓഫ് നാപ്രോക്സൻ ഈസ് 12 hours നമുക്ക് തന്നിട്ടുണ്ട്. എലിമിനേഷൻ ഹാഫ് ലൈഫ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 12 hours തന്നിട്ടുണ്ട്. How much time it would take to reach 95% of the steady state plasma concentration? 95% എത്താൻ എത്രയാണ് നമുക്ക് വേണ്ടത്? എത്ര ടൈം ആണ് വേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ എങ്ങനെയാ വരിക അറിയോ? അറിയോ എങ്ങനെയാന്ന്? റെസ്പോണ്ട് ചെയ്യോ? അറിയോ?
സോ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ 95% സ്റ്റഡി സ്റ്റേറ്റ് റീച്ച് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ആ ഇക്വേഷൻ ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. 95% സ്റ്റഡി സ്റ്റേറ്റ് ആണെങ്കിൽ ടൈം ടു റീച്ച് 95% ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് ഈസ് 4.3 ടി ഹാഫ്. ഇത് ഡയറക്റ്റ് ഒരു ഇക്വേഷൻ ആണ്. 95% സ്റ്റഡി സ്റ്റേറ്റ് കിട്ടാനുള്ള ഒരു ഇക്വേഷൻ ആണ് 4.5 ടി ഹാഫ്. സോറി, 4.55 അല്ല, 4.3 ടി ഹാഫ്. ഓക്കെ, സോ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഡയറക്റ്റ് ഇക്വേഷൻ ആണിത്. 95% സ്റ്റഡി സ്റ്റേറ്റിൽ നമുക്ക് പ്ലാസ്മ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ ടൈം ടു റീച്ച് കിട്ടാൻ അല്ലെങ്കിൽ ടൈം കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഡയറക്റ്റ് ഇക്വേഷൻ ആണ് 4.3 ടി ഹാഫ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ 4.3 ഇൻറ്റു ടി ഹാഫ് 12 ഡയറക്റ്റ് നമുക്ക് കിട്ടും ആൻസർ. 4.3 ഇൻറ്റു 12 ചെയ്താൽ മതി, നമുക്ക് ഡയറക്റ്റ് ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, ഒന്നും അധികം ചിന്തിക്കാനില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ, ഹലോ, ഈ 95% എന്ന് പറയുമ്പോൾ മാത്രല്ലേ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ അതെ, പറ്റുള്ളൂ? 95% എന്ന് മാത്രം പറയുമ്പോഴേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് 95 പകരം 90% ആണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. അതിന്റെ ഇക്വേഷൻ ആണ് 3.3 ടി ഹാഫ്. 95 പകരം 90% ആണെങ്കിൽ 3.3 ടി ഹാഫ്. അതേപോലെ 99% എന്നാണെങ്കിൽ 6.6 ടി ഹാഫ്. ഇത് മൂന്നുമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരാറ്. സോ ഈ മൂന്നെണ്ണം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. 95% ആണെങ്കിൽ 4.3, 90% ആണെങ്കിൽ 3.3 ടി ഹാഫ്, 99% ആണെങ്കിൽ 6.6 ടി ഹാഫ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ ഇതിൽ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇതിൽ നമുക്ക് പറയുന്നുണ്ട് 95% സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് ഡയറക്റ്റ് എന്ത് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി? 4.3 ടി ഹാഫ്. ടി ഹാഫ് നമുക്ക് തന്നിട്ടുണ്ട്. എലിമിനേഷൻ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 12 ആണ് തന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ ഓൾമോസ്റ്റ് എത്ര? 51.6 നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. സോ ഈ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് 90% വന്നെങ്കിൽ നിങ്ങൾ അപ്പൊ എന്താ ചെയ്യേണ്ടത്? 3.3. 99 ആണെങ്കിൽ 6.6. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇനി ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇതാകുമ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ, ജസ്റ്റ് 1 സ്റ്റെപ്പിൽ ഈ 3 ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതിലും ഏറ്റവും കൂടുതൽ ചോദിക്കുകയും 95% സ്റ്റഡി സ്റ്റേറ്റ് പ്ലാസ്മ കോൺസെൻട്രേഷന്റെ തന്നെയാണ്. സോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരുപാട് വലുതാവും, പക്ഷെ ആൻസർ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് ആ ഇക്വേഷൻ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇപ്പം 250 mg എന്റെ റിപ്പോർട്ട് ട്വൈസ് ഡെയിലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം പല രീതിയിലും അത് ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷെ അതൊന്നും ചെയ്യേണ്ട. അതാകുമ്പോൾ ഒരുപാട് സ്റ്റെപ്സ് കൂടും. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുക, സോൾവ് ചെയ്യുക. ഓക്കെ, ഇത് 90%ന്റെയും 99%ഉം നിങ്ങൾക്ക് വരാറുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്ന 95 ആണ്. സോ നിങ്ങൾ ഈ ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക കേട്ടോ. So next, which of the following drug has a high abuse potential? So ഇതില് ഏറ്റവും കൂടുതൽ അബ്യൂസ് പൊട്ടൻഷ്യൽ ഉള്ള ഏത് ഡ്രഗിനാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതിനായിരിക്കും? മീഥൈൽ ഫെനിഡേറ്റ്. മീഥൈൽ ഫെനിഡേറ്റ്. അതെന്താ റീസൺ? അത് എന്തായിരിക്കും റീസൺ? മീഥൈൽ ഫെനിഡേറ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ എവിടെയാ കൊടുക്കുന്നത്? ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറിലാണ് നമ്മൾ മീഥൈൽ ഫെനിഡേറ്റ് കൊടുക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ മീഥൈൽ ഫെനിഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു യൂഫോറിക് ആക്ടിവിറ്റി കിട്ടും. യൂഫോറിയ എന്ന് പറഞ്ഞാൽ എന്താ? യൂഫോറിയ എന്ന് പറഞ്ഞാൽ എന്താ? മെമ്മറി ലോസ്. മെമ്മറി ലോസ് ആണോ യൂഫോറിയ? ഒരു ഹാലൂസിനേഷൻ അല്ല, ഒരു യൂഫോറിക് എഫക്ട്. ഉന്മാദാവസ്ഥ. അതെ, ഉന്മാദാവസ്ഥ.
നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ യൂഫോറിയ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഈ മീഥൈൽ ഫെനിഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോസ്റ്റ്ലി കൊടുക്കുന്നത് ADHD. നമുക്ക് ഒരു ഇത് കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് സ്റ്റേറ്റ് കിട്ടും. സോ അതൊരു അബ്യൂസ് പൊട്ടൻഷ്യലിനുള്ള ഡ്രഗ് ആണ്. ഈ വാരിനിക്ക എന്ന് പറയുന്നത് എന്ത് ഡ്രഗാ അറിയോ? നോട്ട് ചെയ്ത് വെക്കുക. അതൊരു സ്മോക്കിംഗ് സിസേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ്. അതിനും അബ്യൂസ് പൊട്ടൻഷ്യൽ ഇല്ല. അല്ലോപിരിനോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? ഗൗട്ട്. നിഫിഡിപ്പിൻ എന്താ? ചാനൽ ബ്ലോക്കർ. ഒന്നിനും അബ്യൂസ് പൊട്ടൻഷ്യൽ ഇല്ല. നമുക്ക് അബ്യൂസ് പൊട്ടൻഷ്യൽ ഉള്ളത് മീഥൈൽ ഫെനിഡേറ്റ് ആണ്. ഈ ഒരു യൂഫോറിക് എഫക്ട് നമുക്ക് കിട്ടും. യൂഫോറിക് എഫക്ട് കാരണം ഒരു ഹാപ്പിനെസ്, അങ്ങനെ ഒരു എഫക്ട് നമുക്ക് കിട്ടുമ്പോൾ അത് പിന്നെയും പിന്നെയും നമ്മൾ എന്ത് ചെയ്യും? യൂസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം തോന്നും. അതുകൊണ്ടാണ് നമുക്ക് അതിനൊരു ഹൈ അബ്യൂസ് പൊട്ടൻഷ്യൽ എന്ന് പറയാൻ കാരണം. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ബെസ്റ്റ് ടൈം ടു ടേക്ക് സിംവാസ്റ്റാറ്റിൻ ഫോർ ഇറ്റ്സ് മാക്സിമൽ എഫക്ട്? സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇത് വന്നതുമാണ്. ഇത് എന്താ ആൻസർ? എല്ലാവർക്കും അറിയായിരിക്കും. സിംവാസ്റ്റാറ്റിൻ പറഞ്ഞാൽ എന്താ? കൊളസ്ട്രോൾ. മെക്കാനിസം എങ്ങനെയാ വരിക? HMG റിഡക്ടേസ് ഇൻഹിബിറ്റർ. HMG കോയെ റിഡക്ടേസ് ഇൻഹിബിഷൻ അല്ലേ? കൊളസ്ട്രോൾ ലെവൽ നമ്മുടെ ബോഡിയിലുള്ളത് കുറയ്ക്കും. സോ എന്തുകൊണ്ട് അത് അറ്റ് ബെഡ് ടൈം കൊടുക്കുന്നത്? ആക്ഷൻ കൂടുതലുള്ളത് നൈറ്റിലാണ് ഏറ്റവും കൂടുതൽ കൊളസ്ട്രോളിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്. ഓക്കെ. സോ pregnant and ductus closure happen. What is the treatment? സോ ഒരു പേഷ്യന്റ് പ്രഗ്നന്റും ആണ്, ഡക്ടസ് ക്ലോഷറും ഉണ്ടായി. ഡക്ടസ് ആർട്ടിയോരോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓപ്പണിംഗ് പോലെ. അതായത് നമ്മുടെ ഫീറ്റസിൽ അല്ലെ, ഫീറ്റസിലെ ഒരു ബ്ലഡ് വെസൽ ഇൻ ദ ഫീറ്റസ് ആണ് നമ്മുടെ പൾമനറി ആർട്ടറി ടു അയോട്ട കണക്ട് ചെയ്യുന്ന ഒരു ഫീറ്റസിലെ ബ്ലഡ് വെസൽ ആണ് ഈ ഡക്ടസ് സ്റ്റേരിയോസസ്. സോ അതിലൊരു ക്ലോഷർ വന്നു കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്താണ് ട്രീറ്റ്മെന്റ് ആയിട്ട് വേണ്ടതെന്ന് ചോദിക്കുന്നത്. എന്തായിരിക്കും? എന്തൊക്കെയാ ഓപ്ഷൻ പറഞ്ഞേ? ആൻസർ അൽപ്രാസ്റ്റോഡിലാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ഡൗട്ട് വരും. ഇൻഡോമെത്താസിനും അൽപ്രാസ്റ്റോഡിലും തമ്മിലൊരു ഡൗട്ട് വരും. നമുക്ക് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഡക്ടസ് ക്ലോഷർ ഹാപ്പൻഡ് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? ഡക്ടസ് ക്ലോഷർ ഉണ്ടായി, നമുക്കത് ഓപ്പൺ ചെയ്യാണ് വേണ്ടത്. അതിന് നമ്മൾ കൊടുക്കുന്നതാണ് അൽപ്രാസ്റ്റോഡിൽ. ഇനിയും ക്ലോഷർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ഇൻഡോമെത്താസിൻ. ക്ലോഷർ ഉണ്ടായത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് എന്ത്? അൽപ്രാസ്റ്റോഡിൽ. ഇത് നമുക്ക് കൺഫ്യൂഷൻ വരും. അതപ്പം ക്വസ്റ്റ്യൻ അനുസരിച്ച് തന്നെ എഴുതുക. ഇപ്പൊ നമുക്ക് ഓപ്പണിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ആൻസർ എഴുതണ്ടേ? ഓപ്പണിംഗ്, അതായത് ഫീറ്റസിന് നമുക്ക് ഓപ്പൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡോമെത്താസിൻ എഴുതണം. ഇപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡക്ടസ് ക്ലോഷർ ഉണ്ടായി, അപ്പൊ ഇനി എന്ത് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്താ ചെയ്യണ്ടേ? ഓപ്പൺ ചെയ്യാണ് വേണ്ട. വെസലിന് നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യണം. അതിന് നമ്മൾ കൊടുക്കുന്നത് അൽപ്രാസ്റ്റോഡില. ഇനി നമുക്ക് ക്ലോസ് ചെയ്യാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെങ്കിൽ അതിന്റെ ആൻസർ ഇൻഡോമെത്താസിന. ഇത് മാറിപ്പോരുത്, കൺഫ്യൂഷൻ വരും. മാറിപ്പോരുത് കേട്ടോ. ക്ലോഷർ എന്നാണ് ക്വസ്റ്റ്യൻ. നന്നായി നോക്കിയിട്ട് ഇതിന് ആൻസർ ചെയ്തോളൂ. ക്ലോഷർ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അൽപ്രാസ്റ്റോഡിൽ. ഇപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യാന്നാണെങ്കിൽ ഇൻഡോമെത്താസിൻ. ഈ മിസോപ്രോസ്റ്റോൾ നമ്മൾ എവിടെയാ കൊടുക്കുന്നത് മോസ്റ്റ്ലി? ഇൻഡ്യൂസ് ലേബർ ഇൻഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ മിസോപ്രോസ്റ്റോൾ കൊടുക്കുന്നത്. സോ അത് ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ ഒരു ബന്ധമില്ല. അൽപ്രാസ്റ്റോഡിലും ഇൻഡോമെത്താസിനുമാണ് നമുക്ക് ഡൗട്ട് വരിക. ഇൻഡോമെത്താസിൻ പറഞ്ഞാല് എവിടെയാ നമ്മൾ കൊടുക്കേണ്ടത്? ഓപ്പണിങ്ങിന്. ക്ലോഷറിംഗ് ആണെങ്കിൽ അൽപ്രാസ്റ്റോഡിൽ. Which of the following anti-neoplastic medication is known to cause bone marrow? അതൊന്നും കൂടി ഒന്ന് പറയൂ. ഏത്? ഇതോ? Pregnant and ductus closure happened. ഇപ്പൊ ഇതിൽ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഡക്ടസ് ക്ലോഷർ ഉണ്ടായി. ഡക്ടസ് ആർട്ടീരിയോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ബ്ലഡ് വെസൽ ഇൻ ദ ഫീറ്റസ് ആണ്. നമ്മുടെ അത് അയോട്ടയും അതേപോലെ തന്നെ പൾമനറി ആർട്ടറിയും കണക്ട് ചെയ്യുന്ന ഒരു വെസലാണ്. സോ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ നമുക്ക് ക്ലോഷർ ഉണ്ടായിപ്പോയി, ഓപ്പൺ ചെയ്യാൻ എന്താ ട്രീറ്റ്മെന്റ് എന്നാണ്. അതിന്റെ ആൻസർ എന്താണ്? അൽപ്രാസ്റ്റോഡിൽ. ക്ലോഷർ വന്നു, ഓപ്പൺ ചെയ്യണമെങ്കിൽ അൽപ്രാസ്റ്റോഡിൽ. ഇനിയും ചില കണ്ടീഷനിൽ നമുക്കിത് ക്ലോസ് ചെയ്യേണ്ടി വരും.
അങ്ങനെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആൻസർ എന്താണ്? ഇൻഡോമെത്താസിൻ. ക്ലോസ്ഡ് ആയത് ഓപ്പൺ ചെയ്യണമെങ്കിൽ അൽപ്രാസ്റ്റോഡിൻ, ക്ലോഷർ വേണമെങ്കിൽ ഇൻഡോമെത്താസിൻ. ഞാൻ വേണമെങ്കിൽ ഇതിന്റെ ഫുൾ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അയച്ചു തരാം, കാരണം ഇത് കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സോ ഇതിന്റെ ഒരു ഫുൾ എക്സ്പ്ലനേഷൻ ഞാനിത് അയച്ചു തരാം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ഇതിൽ ജസ്റ്റ് ഓക്കെ ചോദിച്ചിരിക്കുന്നത് മിസ്. എന്താണ്? ഡക്ടസ് ക്ലോഷർ ഉണ്ടായി, വാട്ട് ഈസ് ദ ഓപ്പൺ ട്രീറ്റ്മെന്റ്, അത്രയേ ആക്കാൻ ഉള്ളൂ. അൾട്രാസ്റ്റോഡ്, ആ, ക്ലോസ് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡോമെത്താസിൻ, ഇൻഡോമെത്താസിൻ യൂസ് ചെയ്യാം. ഓപ്പൺ ചെയ്യാനാണെങ്കിൽ അൽപ്രാസ്റ്റോൾ. ഞാൻ ഇതിന്റെ ഫുൾ അൾട്രാസ്റ്റോഡ്. എക്സ്പ്ലനേഷനും അയച്ചുതരാം. ഇത് നമുക്ക് തിരിച്ചും മറിച്ചും നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയാം, ക്ലിയർ ആയിട്ട് അറിയണം. പിന്നെ മിസാപ്രോസ്റ്റോളും ഈ ക്വസ്റ്റ്യൻ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. മിസാപ്രോസ്റ്റോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ലേബർ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി ലേബർ യൂസ് ഇൻഡ്യൂസ് ചെയ്യുന്ന ചെയ്യാൻ വേണ്ടി. ഒരു ഡ്രഗ് ആണ്. ഓക്കെ, അത് ഈ ക്വസ്റ്റ്യനുമായിട്ട് ഒരു ബന്ധമില്ല. ഈ രണ്ട് ആൻസേഴ്സ് തമ്മിൽ നമുക്കൊരു സ്ലൈറ്റ് കൺഫ്യൂഷൻസ് തോന്നാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആന്റി നിയോപ്ലാസ്റ്റിക് മെഡിക്കേഷൻ ഈസ് നോൺ ടു കോസ് ബോൺ മാരോ സപ്രഷൻ? ഇതിലെ ആന്റി നിയോപ്ലാസ്റ്റിക് ഏഷ്യനിൽ വിച്ച് വിൽ കോസ് ബോൺ മാരോ സപ്രഷൻ ഏതാണ്? ഡോക്സോറോബിസിൻ. റൊബിസിൻ. ഓക്കെ, ബ്ലിയോമൈസിന്റെ എഫക്ട് എന്താ? ബ്ലിയോമൈസിന്റെ ADR എന്താ? പൾമണറി ഫൈബ്രോസിസ്. ആ, പൾമനറി ടോക്സിസിറ്റി, പൾമനറി റിലേറ്റഡ് ആണ് ബ്ലിയോമൈസിൻ. വിൻക്രിസ്റ്റിനോ? വിൻക്രിസ്റ്റിൻ ആണെങ്കിൽ എന്തായിരിക്കും? ടോക്സിസിറ്റി അല്ല, ന്യൂറോടോക്സിസിറ്റി, പെരിഫറൽ ന്യൂറോടോക്സിറ്റി. നെർവിനെ എഫക്ട് ചെയ്യുന്നതാണ് വിൻക്രിസ്റ്റിൻ. ഇനി എൽ ആസ്പാർജിനേസ് എന്ന് പറഞ്ഞാൽ അതൊരു എൻസൈം ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ. നമുക്കൊരു കീമോയിൽ കൊടുക്കുന്ന ഒരു എൻസൈം ട്രീറ്റ്മെന്റ് ആണ് എൽ ആസ്പാർജിനേസ്. അതിന്റെ എന്തായിരിക്കും ഒരു അഡ്വേഴ്സ് എഫക്ട്? എന്തായിരിക്കും? ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ് അഡ്വേഴ്സ് എഫക്ട്. സോ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഡോക്സോറുബിസിൻ എന്ന് കേട്ടാൽ നമുക്ക് അറിയണം ബോൺ മാരോ സപ്രഷൻ. ബ്ലിയോമൈസിൻ എന്ന് പറഞ്ഞാൽ പൾമനറി റിലേറ്റഡ്, നമുക്ക് പൾമനറി ഫൈബ്രോസിസ് വരാം, അല്ലെങ്കിൽ പൾമനറി ടോക്സിസിറ്റി. അങ്ങനെ പൾമനറി റിലേറ്റഡ് ഒരു ആന്റിനിയോപ്ലാസ്റ്റിക് ഏതാന്ന് ചോദിച്ചാൽ ബ്ലിയോമൈസിൻ. ന്യൂറോടോക്സിസിറ്റി അല്ലെങ്കിൽ പെരിഫറൽ നെർവ് ടോക്സിസിറ്റി എന്നൊക്കെ ചോദിച്ചാൽ വിൻക്രിസ്റ്റിൻ. ആസ്പാർജിനേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, patient with diabetes mellitus 2 symptoms, want to lose weight, has hypertension and heart failure, do lifestyle changes and exercise. What is the drug of choice for DM2? സോ ഇതിൽ എന്താ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ പേഷ്യന്റിന് ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ട്, വെയിറ്റും ലൂസ് ചെയ്യണം. ഓക്കെ, സോ ഹൈപ്പർ ടെൻഷനും ഉണ്ട്, ഹാർട്ട് ഫെയിലിയറും ഉണ്ട്, പിന്നെ ഹി വിൽ ഡു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും എക്സർസൈസും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്താണ് DM2ന്റെ ഡ്രഗ് നമ്മൾ കൊടുക്കണ്ടേന്നാ ചോദിക്കുന്നത്. ഓപ്ഷൻ സി, ലിറാഗ്ലൂട്ടൈഡ്. എന്തുകൊണ്ടാണ് മെറ്റ്ഫോർമിൻ ഒരു കൺഫ്യൂഷൻ വരാൻ കാരണം? അത് വെയിറ്റ് ലോസ് പറഞ്ഞപ്പോഴേ. ഈ മെറ്റ്ഫോർമിൻ നമുക്ക് ഒരുപാട്, നമുക്ക് ചിലതിൽ പറയുന്നുണ്ട് വെയിറ്റ് ലോസ്, പക്ഷെ നമുക്ക് കൂടുതലായിട്ടും മെറ്റ്ഫോർമിൻ വെയിറ്റ് ന്യൂട്രാലിറ്റി തരുന്നത്. അതായത് വെയിറ്റ് കൂട്ടൂല്ല കുറയ്ക്കൂല, വെയിറ്റ് ന്യൂട്രാലിറ്റി ആണ് ഇപ്പോഴത്തെ സ്റ്റഡി അനുസരിച്ച് മെറ്റ്ഫോർമിൻ പറയുന്നത്. ഓക്കെ, കൂടുതലായിട്ടും വെയിറ്റ് ലോസ് തരുന്ന ഏതാണ്? കമ്പയർ ടു മെറ്റ്ഫോർമിൻ വെയിറ്റ് ലോസ് തരുന്നത് ലിറാഗ്ലൂട്ടൈഡ് ആണ്. ഓക്കെ, ഇപ്പം ഇൻസുലിനും ഗ്ലൈബ്യൂറൈഡും ഒക്കെ എന്താ? ഗ്ലൈബ്യൂറൈഡ് ഏതാ ക്ലാസ്? സൾഫണൈൽ യൂറിയാസ് ആണ് ക്ലാസ്. സൾഫണൈൽ യൂറിയാസും ഇൻസുലിനും ഒക്കെ എന്താ വെയിറ്റ് എന്താ ചെയ്യാം? കൂട്ടുകയാണ് ചെയ്യുക, വെയിറ്റ് ഇൻക്രീസ് ആണ് അവിടെ ഉണ്ടാവുക. സോ ആ രണ്ട് ഓപ്ഷൻ അല്ല. നമുക്ക് ഡൗട്ട് വരുന്നത് ലിറാഗ്ലൂട്ടൈഡ് ആൻഡ് മെറ്റ്ഫോർമിൻ. ലിറാഗ്ലൂട്ടൈഡ് ഏതാ ക്ലാസ്? GLP-1 ഗ്ലൂക്കാഗോൺ ലൈക്ക് പെപ്റ്റിഡേസ് 1 ഇൻഹിബിറ്റർ, അതാണ് ലിറാഗ്ലൂട്ടൈഡ്. മെറ്റ്ഫോർമിൻ ഏതാ ക്ലാസ്? സോ ഈ രണ്ട് ഓപ്ഷൻ തമ്മിലായിരിക്കും നമുക്ക് ഡൗട്ട് വരുന്നത്. അതിലും വെയിറ്റ് ലോസ് ഏറ്റവും കൂടുതൽ നമുക്ക് ഏതാ കാണിക്കുന്നത്? ലിറാഗ്ലൂട്ടൈഡ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് വെയിറ്റ് ലോസ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ ഹാർട്ട് ഫെയിലിയർ എന്ന് നമുക്ക് ഇതിൽ പറയുന്നുണ്ടല്ലോ.
ഹാർട്ട് ഫെയിലിയർ പേഷ്യൻസിന് നമ്മൾ അങ്ങനെ മെറ്റ്ഫോർമിൻ കൊടുക്കാറില്ല. ആ ഒരു പോയിന്റും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഒരു ഹാർട്ട് ഫെയിലിയർ പേഷ്യന്റിന് നമ്മൾ നോർമലി മെറ്റ്ഫോർമിൻ അങ്ങനെ ഓപ്റ്റ് ചെയ്യാറില്ല. സോ ആ ഒരു റീസൺ നമുക്ക് ഇവിടെ മെറ്റ്ഫോർമിൻ അല്ല എന്ന് നമുക്ക് പറയാൻ ഒരു റീസൺ എടുക്കാം. ഹാർട്ട് ഫെയിലിയർ പേഷ്യന്റിന് നമുക്ക് മെറ്റ്ഫോർമിൻ അല്ല, കൂടുതലായിട്ട് നമുക്ക് ഏതാ കൊടുക്കാൻ പറ്റുക? അക്കോർഡിംഗ് ടു ദി ഓപ്ഷൻ ലിറാഗ്ലൂട്ടൈഡ് ആണ് കൊടുക്കാൻ പറ്റുക. ആ ഒരു പോയിന്റും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ വേറൊരു ക്വസ്റ്റ്യനിൽ ഇതേപോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. Next question ആണ്, a 45-year-old surgeon has developed symmetric early morning stiffness in her hands. She has to do several long surgical procedures in the next few months. Which of the following non-steroidal anti-inflammatory agent has the longest duration of action? So, ഒരു സർജിയന് മോർണിംഗിൽ ഹാൻഡ്സിൽ സ്റ്റിഫ്നെസ് വന്നു, അയാൾക്കൊരു സർജറി ചെയ്യാനുണ്ട്. അപ്പം ഏത് NSAID ആണ് ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, സ്റ്റിഫ്നെസ് മാറാനുള്ള ഒരു ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പൈറോക്സിക്കാം, ബി ഐബുപ്രോഫൻ, സി നാപ്രോക്സൻ, ഡി ഡൈക്ലോഫിനാക്. ഏതായിരിക്കും? ഓപ്ഷൻ എ. Paroxysm. പൈറോക്സിക്കാം. എത്രയായിരിക്കും കൊടുക്കുന്നത്? എത്രയായിരിക്കും അതിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ? ഓൾമോസ്റ്റ് എത്രയായിരിക്കും? ഓൾമോസ്റ്റ് 50 hours ആക്ഷൻ കൊടുക്കുന്നുണ്ട് പൈറോക്സിക്കാം. ഓക്കെ. ഐബുപ്രോഫൻ ആണെങ്കിൽ 6 to 8 hours ആണ്. നാപ്രോക്സൻ ഓൾമോസ്റ്റ് 12 to 15 hours ആണ്. ഡൈക്ലോഫിനാക് 8 to 12 hours. ഇത് ചിലപ്പോൾ ഓരോ അവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് വരും. ഇത് അപ്രോക്സിമേറ്റ്ലി ആണ്. പൈറോക്സിക്കാം 50 hours, ibuprofen 6 to 8, naproxen 12 to 15, and diclofenac 8 to 12. Okay. Next, which of the following is the major risk associated with the use of over-the-counter drugs? ഇതിലെ മേജർ റിസ്ക് എന്താണെന്ന്, OTC ഡ്രഗ് കഴിക്കുന്നതുകൊണ്ടുള്ള മേജർ റിസ്ക് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇൻക്രീസ്ഡ് കോസ്റ്റ് വിത്തൗട്ട് ബെനിഫിറ്റ്, ബി ഡിക്രീസ്ഡ് ഡ്രഗ് ഇന്ററാക്ഷൻ, സി ഇൻക്രീസ്ഡ് പൊട്ടൻഷ്യൽ ഫോർ മിസ്യൂസ് ആൻഡ് അബ്യൂസ്, ആൻഡ് ഡി ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് അഡ്വേഴ്സ് ഇവന്റ്സ്. എന്തായിരിക്കും? D. Increased risk. ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് അഡ്വേഴ്സ് ഇവന്റ്സ് അല്ലെ? OTC കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും അഡ്വേഴ്സ് ഇവന്റ്സ്, കാരണം നമുക്ക് എന്ത് സംഭവിക്കാം, നമുക്ക് അതിന്റെ ചിലപ്പോഴൊക്കെ നമുക്ക് കഴിക്കേണ്ട ഡോസ് അറിയാണ്ട് കൂടുതലായിട്ടും ചിലപ്പോൾ നമ്മൾ കഴിച്ചിട്ട് നമുക്ക് ഓരോ ടോക്സിസിറ്റി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ അഡ്വേഴ്സ് ഇവന്റ് കൂടുതലാണ് മെയിൻ ആക്ഷൻ. ദെൻ വൈ ഷുഡ് ദ ഫാർമസിസ്റ്റ് ബി അവെയർ ഓഫ് ലുക്ക്-അലൈക്ക്, സൗണ്ട്-അലൈക്ക് മെഡിക്കേഷൻ ഡ്യൂറിംഗ് ദ മെഡിക്കേഷൻ മാനേജ്മെന്റ് പ്രോസസ്? ലാസേനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഒരു ഫാർമസിസ്റ്റ് അവെയർ ആവേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. Option A, they have narrow therapeutic index. B, they have similar therapeutic action. C, they can be mistaken for one another. And D, they are controlled medication and should be dispensed in accordance with the MOH rules and regulations. എന്തായിരിക്കും? They have similar therapeutic action. They have mistaken for one another. Option C, they can be mistaken for one another. ഇത് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ ഒരു ഓൾമോസ്റ്റ് ഇതിൽ നമുക്ക് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് നാരോ ആയിട്ടുള്ള ഡ്രഗ്സ് ഉണ്ട്, അതേപോലെ സിമിലർ തെറാപ്യൂട്ടിക് ആക്ഷൻ ഉള്ള ഡ്രഗ്സും ഉണ്ട് ലാസയിൽ തന്നെ. പക്ഷെ ഏറ്റവും കൂടുതൽ ഫാർമസിസ്റ്റ് അറിയേണ്ട എന്താണ്? മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ആണ് അറിയേണ്ടത്. കാരണം ലുക്കലേക്ക് സൗണ്ടിലേക്ക് ആവുമ്പം നമുക്ക് എന്തുണ്ടാവും? മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടാവും. നമ്മൾ ഒരു ഡ്രഗിന് പകരം വേറൊരു ഡ്രഗ് കൊടുക്കലാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ട് വരും ഒരു മെഡിക്കേഷൻ മാനേജ്മെന്റിൽ. സോ അതാണ് നമുക്ക് ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ദേ ക്യാൻ ബി മിസ്റ്റേക്കൺ ഫോർ വൺ അനദർ ബിക്കോസ് ലുക്കലേക്ക് സൗണ്ടലേക്ക് അല്ലെ ലാസ ഡ്രഗ്സ്. ദെൻ എ പേഷ്യന്റ് പ്രസന്റ്സ് ടു ദ ഫാർമസി കംപ്ലൈനിങ് ദാറ്റ് few days after starting benzoyl peroxide cream and soap, the acne got worsened. What should be the pharmacist advice? ഇത് ലാസ്റ്റ് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. സോ ബെൻസോയിൽ പെറോക്സൈഡ് ഒരു പേഷ്യന്റ് എടുക്കുന്നുണ്ട്, ഒരു ക്രീമും സോപ്പും യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ആക്നെ ഉള്ള പേഷ്യന്റിന് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ് ബെൻസോയിൽ പെറോക്സൈഡ്. അപ്പൊ യൂസ് ചെയ്ത് കുറച്ച് ഡേയ്സ് ആയപ്പോ ഈ ആക്നെ വേഴ്സൺ ആയി. സോ എന്താണ് ഫാർമസിസ്റ്റിന്റെ അഡ്വൈസ് ആ പേഷ്യന്റിന് കൊടുക്കേണ്ടതെന്നാണ്? ഓപ്ഷൻ എ കണ്ടിന്യൂ ദ സോപ്പ്, B discontinue the soap, C continue the cream and the soap, and D discontinue the cream and the soap. എന്തായിരിക്കും? Option D. Discontinue the cream and soap. D. Option D. അല്ല, ഓപ്ഷൻ സി ആണ് വരിക, കണ്ടിന്യൂ ദ ക്രീം ആൻഡ് സോപ്പ്. അതെന്താ റീസൺ എന്ന് വെച്ചാല് ഈ ബെൻസോയിൽ പെറോക്സൈഡ് കൊടുക്കുമ്പം നമുക്ക് ആദ്യം ഉണ്ടാവുന്ന കുറച്ച് ഡേയ്സിനുള്ളിൽ ഉണ്ടാവുന്ന ഒരു എഫക്റ്റിന്റെ പേരാണ് പർഗിങ് ഫേസ് എന്ന് പറഞ്ഞ. അതായത്
ആ ആക്നെ വരുന്നത് ഒന്ന് നന്നായി കൂടിയിട്ട് മാത്രമേ ഈ ബെൻസോയിൽ പെറോക്സൈഡ് യൂസ് ചെയ്യുമ്പോൾ കുറയുള്ളൂ. ആദ്യം ഒന്ന് കൂടും എന്നിട്ട് കുറയും. അതിന് പറയുന്നതാണ് പർഗിങ് ഫേസ് എന്ന്. ഓക്കെ, ലാസ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ബെൻസോയിൽ പെറോക്സൈഡ് is a common acne treatment that works by killing acne causing bacteria and helping to reduce inflammation. When starting benzoyl peroxide, it is typically acne to appear worse initially as the medication starts to work on the underlying acne and brings impurities to the surface. This purging phase usually subsides after a few weeks of continued use. സോ ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബെൻസോയിൽ പെറോക്സൈഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആദ്യം ഇത് സിംറ്റംസ്, നമ്മുടെ ആക്നെ സിംറ്റംസ് ആദ്യം നല്ലപോലെ എന്ത് ചെയ്യും, വേഴ്സൺ ആവും. എന്നിട്ട് മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, സബ്സൈഡ് ചെയ്യുള്ളൂ. അതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ആദ്യം അതിന് പറയുന്ന പേരാണ് പർഗിങ് എഫക്ട്. അതായത് അതിന്റെ അകത്തുള്ള അണ്ടർലൈങ് ആക്നിനെ അത് എന്തുകൊണ്ട് അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസിനെ അത് സർഫസിലേക്ക് കൊണ്ടുവന്നിട്ടാണ് അത് എന്ത് ചെയ്യുക, ആ ആക്നിനെ സബ്സൈഡ് ചെയ്യുക. ഓക്കെ, സോ ഒരു ഫ്യൂ വീക്സ് നമ്മൾ ഈ ഒരു ബെൻസോയിൽ പെറോക്സൈഡ് നമ്മൾ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു എഫക്റ്റ് കിട്ടുള്ളൂ. അല്ലാണ്ട് നമുക്ക് ആദ്യം തന്നെ പെട്ടെന്ന് വേഴ്സൺ ആകുമ്പോൾ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമുക്ക് ആ ഒരു ആക്നെ മാറില്ല. സോ നമ്മൾ ഫാർമസിസ്റ്റ് കൊടുക്കേണ്ട അഡ്വൈസ് എന്താണ്, കണ്ടിന്യൂ ദ ക്രീം ആൻഡ് സോപ്പ്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഓൾമോസ്റ്റ് എല്ലാവരും എന്തെഴുതും, ഡിസ്കണ്ടിന്യൂ ദി ക്രീം ആൻഡ് സോപ്പ് എന്ന് എഴുതും. റീസൺ എന്താന്ന് നോക്കുക, നമുക്കൊരു ബെൻസോയിൽ പെറോക്സൈഡ് ആണെങ്കിൽ ആദ്യം നമ്മുടെ എന്തുണ്ടാവും, അത് പർഗിങ് എഫക്റ്റ് ഉണ്ടാവും. അതായത് ഫസ്റ്റ് ആക്നെ കൂട്ടിയതിന് ശേഷമേ കുറയുള്ളൂ. സോ നമ്മളത് കണ്ടിന്യൂ ചെയ്യുക തന്നെ വേണ്ട. കണ്ടിന്യൂ ഒരു ഫ്യൂ വീക്സ് കണ്ടിന്യൂ ചെയ്താൽ നമ്മുടെ ആക്നെ ഫുള്ള് ക്ലിയർ ആവുകയും ചെയ്യും. ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ മാം. Yes, ma'am. സി ആണ്, ഓപ്ഷൻ ഡി എഴുതരുത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരിക. നോട്ട് ചെയ്ത് വെച്ച ഈ ക്വസ്റ്റ്യൻ, കാരണം ഇത് എപ്പോഴും തെറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Then a 28-year-old expected mother who is diagnosed with the group B hemolytic streptococcus and has received 3 doses of ampicillin during labor. Delivery is through natural means. Routine examination of baby shows high-grade fever, jaundice, and signs of respiratory distress. What would be the optimal empiric antibiotic treatment? സോ എന്താന്ന് വെച്ചാൽ ഒരു 28-year-old മദറിന് ഈസ് ഡയഗ്നോസ്ഡ് വിത്ത് ഗ്രൂപ്പ് ബി ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കസ്. ഈ GBS എന്ന് കേട്ടിട്ടുണ്ടോ, ഗ്രൂപ്പ് ബി ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കസ്? ചെറിയ കുട്ടികൾക്ക് സെപ്സിസ്. സെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താ, സെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താ, മോസ്റ്റ്ലി ബ്ലഡിൽ വരുന്ന ഇൻഫെക്ഷൻ ആണ് സെപ്സിസ്. സോ ആ ഒരു അസുഖം നമുക്ക് ഡയഗ്നോസ് ആ മദർ ചെയ്തിട്ടുണ്ട്. ആ മദറിന് നമ്മൾ ആംപിസിലിനും കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഡെലിവറിക്ക് ശേഷം ഈ കുട്ടിക്ക് ഹൈഗ്രേഡ് ഫീവർ, ബിക്കോസ് സെപ്സിസ് ഉണ്ടായി, ഹൈഗ്രേഡ് ഫീവർ, ജോണ്ടിസ്, റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഒക്കെ ഉണ്ട്. സോ എന്താണ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ആയിട്ട് കൊടുക്കേണ്ടതെന്ന്? ഓപ്ഷൻ എ നോട്ട് റിക്വയർഡ്, ഓപ്ഷൻ ബി ആംപിസിലിൻ ആൻഡ് സെഫ്ട്രിയാക്സോൺ, ഓപ്ഷൻ സി ആംപിസിലിൻ ആൻഡ് ജെൻഡാമൈസിൻ, ആൻഡ് ഓപ്ഷൻ ഡി സെഫ്റ്റാസിഡൈൻ ആൻഡ് ജെൻഡാമൈസിൻ. എന്തായിരിക്കും ആൻസർ? എന്തായിരിക്കും, അറിയോ? ആൻസർ വരിക ഓപ്ഷൻ സി ആണ്, ആംപിസിലിൻ ആൻഡ് ജെൻഡാമൈസിൻ. ഞാൻ റീസൺ പറഞ്ഞുതരാം. ആംപിസിലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ GBS കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അതൊരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ് സ്ട്രെപ്റ്റോകോക്കസ്. സോ അതിന് മെയിൻലി കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ആംപിസിലിൻ. അതേപോലെ തന്നെ ജെൻഡാമൈസിൻ എന്ന് പറഞ്ഞാലും മോസ്റ്റ്ലി എല്ലാം ഗ്രാം നെഗറ്റീവ്, അതേപോലെ ഈകോളൈ അങ്ങനത്തെ എല്ലാ ബാക്ടീരിയക്കും ഒരു കവറേജ് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ് ജെൻഡാമൈസിൻ. ഓക്കെ, ഇപ്പൊ നമുക്ക് വേറൊരു ഓപ്ഷൻ പറയുന്നതാണ് സെഫ്ട്രിയാക്സോൺ എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ബിയിൽ ആംപിസിലിൻ ആൻഡ് സെഫ്ട്രിയാക്സോൺ എന്ന് പറയുന്നുണ്ട്. സെഫ്ട്രിയാക്സോൺ ഗ്രാം നെഗറ്റീവ് കവറേജ് തരും, പക്ഷെ അത് ന്യൂ ബോണിന് കെർണിക്ടെറസ് ഉണ്ടാവും. കെർണിക്ടെറസ് എന്ന് പറഞ്ഞാൽ എന്താ, കേട്ടിട്ടുണ്ടോ? ബിലിറൂബിന്റെ അതായത് ജോണ്ടിസ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ കെർണിക്ടെറസ്. ന്യൂ ബോണില് ജോണ്ടിസ് ഉണ്ടാവുന്നത്, ബിലിറൂബിന്റെ ലെവലിൽ കൂടി ജോണ്ടിസ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ കെർണിക്ടെറസ് എന്ന് പറയുന്നത്. സോ സെഫ്ട്രിയാക്സോൺ ന്യൂ ബോണിൽ കെർണിക്ടെറസ് ഉണ്ടാക്കും. സോ നമുക്കത് കൊടുക്കാൻ പറ്റില്ല. ഈവൻ ദോ അത് ഗ്രാം നെഗറ്റീവ് കവറേജ് തന്നാലും അത് എന്തുണ്ടാക്കും, കെർണിക്ടെറസ് ഉണ്ടാക്കും. ഓൾറെഡി ആ പേഷ്യന്റിന് എന്തുണ്ട്, ജോണ്ടിസ് ഉണ്ട്. സോ നമുക്കത് കൊടുക്കാൻ പറ്റില്ല. വേറൊരു ഡ്രഗ് അവർ പറയുന്നതാണ് ഓപ്ഷൻ ഡിയിൽ സെഫ്റ്റാസിഡൈൻ.
സെഫ്റ്റാക്സിഡൈം എന്ന് പറഞ്ഞാല് അത് മോർ എഫക്റ്റീവ് ടു സ്യൂഡോമോണാസ് ക്ലാസ് ഓഫ് ബാക്ടീരിയ ആണ്. സ്ട്രെപ്റ്റോകോക്കസിനെക്കാട്ടിലും സ്യൂഡോമോണാസ് ക്ലാസ് ഓഫ് ബാക്ടീരിയാസിലാണ് സെഫ്റ്റാക്സിഡൈം എഫക്ട് ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ, ആംപിസിലിൻ ആൻഡ് ജെൻഡാമൈസിൻ. രണ്ടും ഗ്രാം നെഗറ്റീവ് ആണ്. ആംപിസിലിൻ എന്ന് പറഞ്ഞാൽ ഫുൾ നമുക്ക് ഈ GBSനെതിരെ ഉള്ളൊരു കറക്റ്റ് പ്രോപ്പർ മെഡിസിൻ ആണ് ആംപിസിലിൻ. ജെൻഡാമൈസിൻ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഗ്രാം നെഗറ്റീവും ഇൻക്ലൂഡഡ് ഈക്കോളൈ. ഈക്കോളൈ പറഞ്ഞാൽ എല്ലാവരുടെ ബോഡിയിലും ഉണ്ടാവുന്ന ഒരു ഇതാണ് ഈക്കോളൈ. സോ അതിനെതിരെ നമുക്ക് പ്രവർത്തിക്കുന്ന ഒരു മെഡിസിൻ ആണ് ജെൻഡാമൈസിൻ. സെഫ്ട്രിയാക്സോണും എന്താണ്, ഗ്രാം നെഗറ്റീവ് ആണ്. എന്തുകൊണ്ടാണ് ഇവിടെ കൊടുക്കാൻ പറ്റാത്തത്? കർണിക്ടറസ് ഉണ്ടാക്കും. അതേപോലെ സെഫ്റ്റാക്സിഡൈം എന്തുകൊണ്ടാണ് ഇവിടെ കൊടുക്കാൻ പറ്റാത്തത്? മെയിൻലി സ്യൂഡോമോണസ് ബാക്ടീരിയക്കെതിരെയാണ്. സ്ട്രെപ്റ്റോകോക്കസിനല്ല, സ്യൂഡോമോണാസ് ബാക്ടീരിയക്കെതിരെയാണ് നമ്മൾ സെഫ്റ്റാക്സിഡൈം കൊടുക്കുക. സോ ഇതിലുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി, ആംപിസിലിൻ ആൻഡ് ജെൻഡാമൈസിൻ ആണ് നമ്മൾ ആ പേഷ്യന്റിന് കൊടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? Yes, ma'am. Next, a patient is receiving intravenous 0.45% normal saline at a rate of 75 ml per hour. What would be the amount of sodium chloride in grams present in 1 liter of the solution? ഇതെങ്ങനെയാ ചെയ്യേണ്ടത്? ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാ ചെയ്യേണ്ടത്? Patient is receiving IV 0.45% normal saline at a rate of 75 ml per hour. What would be the amount of sodium chloride present in 1 liter of the solution? നമുക്ക് പറഞ്ഞിട്ടുണ്ട് 0.45% അല്ലേ? 0.45% ഓഫ് നോർമൽ saline എന്ന് പറഞ്ഞാൽ എന്താണ്? 0.45 gram in 100 ml സൊല്യൂഷൻ എന്നാണ് അല്ലെ? നമ്മൾ എപ്പോഴും 0.45% എന്ന് പറഞ്ഞാൽ എന്താ? 0.45 gram in 100 ml അല്ലെ? ഇത് അറിഞ്ഞിരിക്കണം. നമ്മളൊരു പെർസെന്റേജിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോ ഇപ്പം 0.3% എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതണ്ടേ? 0.3 gram in 100 ml. സോ അങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പഠിക്കണം. അപ്പൊ 0.45% നോർമൽ saline എന്ന് പറഞ്ഞാൽ 0.45 gram NaCl in 100 ml സൊല്യൂഷൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? വാട്ട് വുഡ് ബി ദി എമൗണ്ട് ഓഫ് സോഡിയം ക്ലോറൈഡ് ഇൻ ഗ്രാംസ് പ്രസന്റ് ഇൻ 1 liter. എത്രയാണ് 1 ലിറ്ററിലാണെന്ന് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സോ 0.45 gram 100 ml ആണെങ്കിൽ എക്സ് ഗ്രാമിൽ 1000 ml ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് പറഞ്ഞിട്ടുണ്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 1000 ml. 1000 ml. നമ്മളത് ML തന്നെ ആക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ML തന്നെ പറയുന്നത്? കാരണം നമ്മൾ 0.45 gram NaCl in 100 ml എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ യൂണിറ്റ് എപ്പോഴും സെയിം ആക്കിയ നമുക്ക് കണ്ടുപിടിക്കാൻ ഈസിയാണ്. അതുകൊണ്ടാണ് 1 ലിറ്റർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തറിയാം? 1000 ml എന്നറിയാം. സോ ഡയറക്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 0.45 gram NaCl 100 ml ആണെങ്കിൽ എക്സ് ഗ്രാം ഇൻ 1000 ml ഡയറക്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 4.5 എന്ന് കിട്ടും. ഡയറക്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഈ 75 ml per hour എന്നുള്ളത് നമ്മൾ നോക്കുക വേണ്ട. നമുക്ക് ജസ്റ്റ് ഇതെന്താ പറയുന്നത്? 0.45 ഉണ്ട്. നമുക്കൊരു പെർസെന്റേജ് 100 ml ഇത്രയാണെങ്കിൽ 1000 ml എത്രയാണ്? അതാണ് ക്വസ്റ്റ്യൻ. അല്ലാണ്ട് ഈ 75 ml per hour എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കൺഫ്യൂഷൻ ചെയ്യിക്കാൻ വേണ്ടി അവര് റേറ്റ് ഒക്കെ ഇടുന്നത്. നമ്മൾ കറക്റ്റ് സ്പോട്ട് ചെയ്യാ വേണ്ടത് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത്. നെക്സ്റ്റ്, ദ ഫാർമസിസ്റ്റ് റിസീവ്ഡ് prescription to extemporaneously prepare moxifloxacin oral suspension from the 400 mg tablet in a concentration of 20 mg per ml. So 400 mg നമുക്ക് പ്രിപ്പയർ ചെയ്യണം. കോൺസെൻട്രേഷൻ തന്നിരിക്കുന്ന എത്രയാണ്? 20 mg per ml with a total volume of 60 ml. സോ നമുക്ക് തന്നിരിക്കുന്ന കുറച്ചാണ്. 400 mg ടാബ്ലറ്റ് ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് എത്രയാണ്? 20 mg per ml ആണ്. ടോട്ടൽ വോളിയം നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 60 ml. ഹൗ മെനി ടാബ്ലറ്റ്സ് ഓഫ് മോക്സിഫ്ലോക്സാസിൻ 400 mg we will require to prepare? എത്ര ടാബ്ലറ്റ് പ്രിപ്പയർ ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്? ഇതെങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്?
60 ml എത്ര mg ഉണ്ട്? നമുക്ക് പറയാം 20 mg എത്ര ml ആണ്? 1 1 ml ml. 20 mg നമുക്ക് അവര് തന്നിട്ടുണ്ട് അല്ലേ? കോൺസെൻട്രേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 20 mg in 1 ml. നമുക്ക് ഓറൽ സസ്പെൻഷൻ ഓഫ് 400 mg ടാബ്ലറ്റ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 20 mg 1 ml ആണെങ്കിൽ 400 mg എത്ര ml ആണെന്ന് കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഉം. 20 mg in 1 ml നമുക്ക് തന്നിട്ടുണ്ട്. 400 mg എത്ര ml ആണെന്ന് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കുക. 20 mg 1 ml 400 mg എത്ര ml എന്ന് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 20 ml. അതായത് 200 ml. 20 ml നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആണോ? അതായത് ഒരു ടാബ്ലറ്റിൽ 20 ml ഉണ്ട് എന്നാണ് അതിന്റെ ആൻസർ. 20 mg in 1 ml. അപ്പൊ 400 mg in എത്ര ml എന്നുള്ളപ്പം നമ്മൾ ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 20 ml എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൊന്ന് നോക്കുക കേട്ടോ. ഇനി നമുക്കുള്ള ക്വസ്റ്റ്യൻ ടോട്ടൽ വോളിയം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 60 ml ടോട്ടൽ വോളിയം എന്ന് തന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എത്ര ടാബ്ലറ്റ് ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കിപ്പോ കിട്ടി 20 ml. 1 ml 1 mgക്ക് ഒരു ടാബ്ലറ്റിന് 20 ml വേണം നമുക്കിപ്പോ കിട്ടി. നേരത്തെ നമ്മൾ 20 mg in 1 ml. സോ 400 mg in XML ചെയ്തപ്പം ഒരു ടാബ്ലറ്റിന് നമുക്ക് 20 ml വേണമെന്ന് കിട്ടി. സോ എത്ര ടാബ്ലറ്റിനാണ് 60 ml വേണ്ടതെന്ന് നമ്മൾ കണ്ടുപിടിക്കാം. 1 ടാബ്ലറ്റ് നീഡ് 20 ml. സോ എക്സ് ടാബ്ലറ്റ് നീഡ് 60 ml. അങ്ങനെ നമ്മൾ എക്സ് കണ്ടുപിടിക്കണം. ഇത് ഇങ്ങനെ അല്ലാണ്ട് വേറൊരു രീതിയിൽ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ച്. ആ ഇക്വേഷൻ ഞാനൊന്ന് പറയാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇത് ചിലപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ തോന്നും. എന്തുകൊണ്ടാണ് 20 mg വന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് 20 ml വന്നതെന്ന് കൺഫ്യൂഷൻ തോന്നും. സോ ഞാനൊരു ഇക്വേഷൻ തരാം. സോ ഇക്വേഷൻ ഇതാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ടോട്ടൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഇൻറ്റു ടോട്ടൽ വോളിയം. ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ടോട്ടൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഇൻറ്റു ടോട്ടൽ വോളിയം. നോട്ട് ചെയ്തിട്ടുണ്ടോ? ഒന്നുകൂടി പറയുന്നു. ടോട്ടൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഇൻറ്റു ടോട്ടൽ വോളിയം. ചില ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമുക്ക് ഈ ഇക്വേഷൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ടോട്ടൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഇൻറ്റു ടോട്ടൽ വോളിയം. നോട്ട് ചെയ്തോ? യെസ്. ഇപ്പൊ നമുക്ക് അത് വെച്ചൊന്ന് ചെയ്യാം. അപ്പൊ ടോട്ടൽ എമൗണ്ട് ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇതില് കോൺസെൻട്രേഷൻ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? കോൺസെൻട്രേഷൻ 400 ഓഫ് mg. 20 mg per ml എന്ന് തന്നിട്ടുണ്ട് അല്ലേ? തന്നിട്ടില്ലേ? സോ കോൺസെൻട്രേഷൻ നമ്മൾ എന്ത് എഴുതുക? 20 mg per ml ഇൻറ്റു ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ 60 ml ആണ്. സോ 20 mg per ml ഇൻറ്റു 60 ഡയറക്റ്റ് ചെയ്യുക. എത്ര ആൻസർ കിട്ടുന്നത്? നമ്മൾ ഇക്വേഷൻ എന്താ? ടോട്ടൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഇൻറ്റു ടോട്ടൽ വോളിയം. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 20 mg per ml എന്ന് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. 400 mg ടാബ്ലറ്റ് ഇൻ എ കോൺസെൻട്രേഷൻ ഓഫ് 20 mg per ml വിത്ത് ടോട്ടൽ വോളിയം ഓഫ് 60 ml. കോൺസെൻട്രേഷനും ടോട്ടൽ വോളിയവും ഡയറക്റ്റ് നമുക്ക് കിട്ടി. 20 mg per ml ഇൻറ്റു 60. എത്ര ആൻസർ വരുന്നത്? 1200. 1200. 1200 mg എന്നല്ലേ ആൻസർ വന്നത്? എന്താ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി ടാബ്ലറ്റ്സ് വേണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ നമ്പർ ഓഫ് ടാബ്ലറ്റ്സിന്റെ ഒരു ഇക്വേഷൻ ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ടോട്ടൽ എമൗണ്ട് നീഡഡ് ബൈ എമൗണ്ട് പ്രസന്റ്. നമ്പർ ഓഫ് ടാബ്ലറ്റ്സിനുള്ള ഇക്വേഷൻ ആണ്, നോട്ട് ചെയ്ത് വെക്കുക. എമൗണ്ട് നീഡഡ് ബൈ എമൗണ്ട് പ്രസന്റ്. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന 1200 ഡിവൈഡഡ് ബൈ എത്രയാണ് നമുക്ക് പ്രസന്റ്ലി ഉള്ള എമൗണ്ട്? ഒരു mg ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 400. 1200 ഡിവൈഡഡ് ബൈ 400 ചെയ്യുക. എത്രയാ കിട്ടുന്നത്? എത്രയാ കിട്ടുന്നത്? 3.
3. 3. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് മറ്റേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കുറെ പേർക്ക് പാടുണ്ടാവും. കാരണം എന്തുകൊണ്ട് വന്നു എന്ന രീതി നമുക്ക് മനസ്സിലാക്കാൻ കുറെ ചെയ്താലേ മനസ്സിലാവുള്ളൂ. സോ അങ്ങനെയുള്ളവർക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കുക. ടോട്ടൽ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? കോൺസെൻട്രേഷൻ ഇൻറ്റു ടോട്ടൽ വോളിയം. അങ്ങനെ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് ടാബ്ലറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? ടോട്ടൽ എമൗണ്ട് ബൈ പ്രസന്റ്. മോസ്റ്റ്ലി ഇത് എളുപ്പമുള്ള കുറെ പേരുണ്ടാവും. ചിലവർക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതായിരിക്കും എളുപ്പം. അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യുക. ഇക്വേഷൻ പഠിച്ചിട്ട് ചെയ്യുന്നവര് ഈ മെത്തേഡും ചെയ്യാം. എങ്ങനെ ചെയ്താലും ആൻസർ നിങ്ങൾക്ക് ഒന്ന് തന്നെ കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? കിട്ടിയില്ലേ? ചെയ്തു നോക്കിയപ്പോ ഒന്ന് കിട്ടിയില്ലേ? യെസ് മാം. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 25-year-old woman on thyroxine for hypothyroidism become pregnant. She now complains of constant fatigue. What is the proper recommendation? എന്തായിരിക്കണം പ്രോപ്പർ റെക്കമെൻഡേഷൻ എന്നാണ്. ഒരു 25-year-old വുമൺ നമ്മൾ തൈറോക്സിൻ കൊടുക്കുന്നുണ്ട് ഫോർ ഹൈപ്പോതൈറോയിഡിസം. അപ്പൊ ആ വുമൺ പ്രഗ്നന്റ് ആയി. സോ നൗ ഷീ കംപ്ലൈൻസ് ഓഫ് കോൺസ്റ്റന്റ് ഫാറ്റിക്. വാട്ട് ഈസ് ദ മോസ്റ്റ് പ്രോപ്പർ റെക്കമെൻഡേഷൻ? Option A, increase dietary iodine. Option B, double the dose of thyroxine. Option C, do nothing. Fatigue is normal during pregnancy. And option D, adjust thyroxine dose based on serum TSH during the first trimester. എന്തായിരിക്കും? ഓപ്ഷൻ ഡി. C. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് വരിക. കാരണം ഇൻക്രീസ് ഡയറ്ററി അയോഡിൻ എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുമോ അങ്ങനെ? അയോഡിൻ എന്ന് പറഞ്ഞാല് വേണം, പക്ഷെ നമ്മള് TSH ലെവൽ നോക്കാൻ, നമ്മൾ തൈറോക്സിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ ലെവൽ നോക്കാതെ നമ്മൾ ഒരിക്കലും ഈ അയോഡിന്റെ ലെവൽ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പാടില്ല. ഓക്കെ, നമ്മൾ എപ്പോഴും TSHന്റെ ലെവൽ നോക്കിയിട്ട് വേണം ഈ അയോഡിന്റെ കണ്ടന്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ. സോ ഓപ്ഷൻ എ നമുക്ക് പറ്റില്ല. പിന്നെ ഡബിൾ ദ ഡോസ് ഓഫ് തൈറോക്സിൻ, അതും TSHന്റെ ലെവൽ നോക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, ഡു നത്തിങ്. ഫാറ്റിക് ഈസ് നോർമൽ ഡ്യൂറിങ് പ്രഗ്നൻസി. ഫാറ്റിക് നോർമൽ ആണ് പ്രഗ്നൻസിയിൽ, ശരിയാണ്. പക്ഷെ ഒരുപാട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്ത് നോക്കണം എന്താണ്. അല്ലാതെ ഡു നത്തിങ് അതൊരു കറക്റ്റ് ഓപ്ഷൻ അല്ല. സോ ഇതിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാണ്? അഡ്ജസ്റ്റ് തൈറോക്സിൻ ഡോസ് ബേസ്ഡ് ഓൺ സെറം TSH ഡ്യൂറിങ് ഫസ്റ്റ് ട്രൈമസ്റ്റർ. നെക്സ്റ്റ്, which of the following side effect is very common with the dihydropyridine calcium channel blockers? ഫസ്റ്റ്, എന്താ ഈ ഡൈഹൈഡ്രോപിരിഡിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാ? അമിലോഡിപ്പിനും നിഫിഡിപ്പിനും ആണ് നമ്മൾ ഡൈഹൈഡ്രോപിരിഡിന്റെ എക്സാമ്പിൾ. ഇപ്പൊ നോൺ ഡൈഹൈഡ്രോപിരിഡിൻ ആണെങ്കിൽ അതിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാ? ഡെൽറ്റിയാസം, വെരാപ്പമിൻ അല്ലെ? സോ ഇതിന്റെ ആൻസർ എന്താണ്? വാട്ട് ഈസ് ദ സൈഡ് എഫക്ട്? പൾമണറി എഡിമ. പൾമണറി എഡിമയാണോ? സ്വെല്ലിംഗ് ഓഫ് ദ ആംഗിൾ ആണ്. സ്വെല്ലിംഗ് ഓഫ് ദി ആംഗിൾസ് ആണ് വരുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ അമിലോഡിപ്പിനും നിഫിഡിപ്പിനും കൊടുക്കുമ്പോൾ പെരിഫറൽ വാസോഡൈലേഷൻ, പെരിഫറൽ ബ്ലഡ് വെസൽസിലാണ് അത് എഫക്ട് ചെയ്യുന്നത്. സോ നമുക്ക് അവിടെ ഫ്ലൂയിഡ് ലീക്കേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഈ ഡൈഹൈഡ്രോപിരിഡിന് പകരം നോൺ ഡൈഹൈഡ്രോപിരിഡിൻ ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് എന്താ ആൻസർ ചെയ്താൻ പറ്റുക? നോൺ ഡൈഹൈഡ്രോപിരിഡിൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി അതിന്റെ എഫക്ട് ഹാർട്ടിലാണ് കാണിക്കുക. ഹാർട്ട് റേറ്റ് കൂടുക, അങ്ങനെയൊക്കെ ഹാർട്ടിലാണ് കാണിക്കുക. സോ നമുക്ക് നോൺ ഡൈഹൈഡ്രോപിരിഡിൻ ആണെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ആണ് നമുക്ക് പറയാൻ പറ്റുക. ഡൈഹൈഡ്രോപിരിഡിൻ ആണെങ്കിൽ നമുക്ക് ആൻസർ എന്താ? നമുക്ക് സ്വെല്ലിംഗ് ഓഫ് ദി ആംഗിൾസ് ആണ് ആൻസർ വരിക. മ്യൂട്ട് ചെയ്യണേ, ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. എപ്പോഴും എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെക്കാട്ടോ. ഡൈഹൈഡ്രോ നോൺ ഡൈഹൈഡ്രോ മാറിപ്പോവരുതേ. ഇനി, which of the following points should be emphasized when counseling a patient on the proper use of sublingual nitroglycerin tablets? So sublingual nitroglycerin tablets യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രോപ്പർ കൗൺസിലിംഗ് എന്താണെന്നാണ്. ഫസ്റ്റ്, chew and swallow the tablet. B, stand up before taking a dose since dizziness can occur. C, store tablets in the original glass container and keep with you at all times. And D, if chest pain does not improve at all within 2 minutes of taking a dose, go to the emergency department immediately. എന്തായിരിക്കും?
ഏത് ഓപ്ഷൻ ആയിരിക്കും? ഡി ആണ്. ഉം? ഡി. ഡി. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നമ്മളൊന്ന് ഉം. ആലോചിക്കുക, സബ്ലിംഗ്വൽ നൈട്രോഗ്ലിസറിൻ ടാബ്ലറ്റ് എപ്പോഴും ഒരു ബോട്ടിലല്ലേ തരിക? ഇപ്പൊ ഫാർമസിയിൽ വർക്ക് അതെ അതെ. ചെയ്യുന്നവര് ചിലപ്പോ അതെ, കണ്ടിട്ടുണ്ടാവും സബ്ലിംഗ്വല് ബോട്ടിലാണ് തരുന്നത്. എപ്പോഴും ബോട്ടിലാണ് തരിക. അതെന്താന്ന് വെച്ചാല് ഈ നൈട്രോഗ്ലിസറിൻ ടാബ്ലറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി സെൻസിറ്റീവ് ടു ലൈറ്റ്, ഹീറ്റ്, മോയ്സ്ചർ. ലൈറ്റ്, ഹീറ്റ്, മോയ്സ്ചറിനൊക്കെ നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആണ് ഈ സബ്ലിംഗ്വല്. നമ്മൾ അതിലുമായിട്ട് കോണ്ടാക്ട് ആയി കഴിഞ്ഞാൽ, ഇപ്പൊ ഹീറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ട് കോണ്ടാക്ട് അല്ലെങ്കിൽ മോയ്സ്ചർ ആയിട്ട് കോണ്ടാക്ട് ആയി കഴിഞ്ഞാൽ അതിന്റെ ആക്ഷൻ പൊട്ടൻഷ്യൽ കുറയുകയാണ് ചെയ്യുക. സോ നമ്മുടെ ആൻസർ എന്താ വരിക? സ്റ്റോർ ടാബ്ലറ്റ് ഇൻ ദി ഒറിജിനൽ ഗ്ലാസ് കണ്ടെയ്നർ ആൻഡ് കീപ് വിത്ത് യു ഓൾ ദ ടൈംസ്. ഇപ്പൊ നമുക്ക് ഓപ്ഷൻ എ നോക്കാം. അപ്പൊ ചൂ ആൻഡ് സോളോ ഓപ്ഷൻ ഡി. നിക്ക് പറയാം. ഇപ്പൊ ഓപ്ഷൻ എ നോക്കാം. ചൂ ആൻഡ് സോളോ ദ ടാബ്ലറ്റ്. ഈ സബ്ലിംഗ്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂ ചെയ്യോ? ഇല്ല. ഇല്ല. നമ്മള് എവിടെയാ അത് വെക്കുക? താങ്കന്റെ അടിയിൽ. ടങ്ങിനടിയിലാണ് താങ്കന്റെ വെക്കുക. അടിയിൽ. ഇനി സ്റ്റാൻഡപ്പ് ബിഫോർ ടേക്കിംഗ് എ ഡോസ് ഇൻ ഡിസിനസ് സ്കാൻ ഒക്കെ നമ്മൾ സ്റ്റാൻഡപ്പ് എന്നല്ല പറയുക, സിറ്റ് എന്ന് പറയാം. ചിലപ്പോ ഡിസിനസ് ഉണ്ടാവും, അപ്പൊ എണ്ണീറ്റ് നിൽക്കാനാണോ പറയുക ആൾക്കാരോട്? അല്ല, കോമൺ ആയിട്ട് ആലോചിച്ചാൽ മതി. ഇപ്പൊ ഡിസിനസ് ഉണ്ടാവുന്ന ഒരു ഡ്രഗ് ആണെങ്കിൽ എണ്ണീറ്റ് നിന്ന് കഴിക്കണം എന്നാണോ നമ്മൾ പറയുക? അല്ലല്ലോ, ഇരുന്ന് കഴിക്കും. സോ ആ ഒരു ഓപ്ഷൻ തെറ്റാണ്. ഇനിയും ഓപ്ഷൻ ഡി ഒരു ഡൗട്ട് വരാം. ഇഫ് ചെസ്റ്റ് പെയിൻ ഡസ് നോട്ട് ഇംപ്രൂവ് അറ്റ് ഓൾ വിത്തിൻ 2 minutes. 2 minutes അല്ല പറയുക, വിത്തിൻ 5 minutes ആണെങ്കിലാണ് നമ്മൾ ഈ ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് ഇഫ് ചെസ്റ്റ് പെയിൻ ഡസ് നോട്ട് ഇംപ്രൂവ് അറ്റ് ഓൾ വിത്തിൻ 5 minutes എന്നാണെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിത്തിൻ 2 minutes ആണെങ്കിൽ അത് തെറ്റാണ്. നമുക്കൊരു 5 minutes വരെ നോക്കണം എന്നാ പറയുക. നൈട്രോഗ്ലിസറിൻ കഴിച്ചിട്ട് 5 minutes വരെ നോക്കിയിട്ടാണ് നമുക്ക് മാറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോവാം. സോ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. ബിക്കോസ് സബ്ലിംഗ്വൽ നൈട്രോഗ്ലിസറിൻ ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു ഹീറ്റ്, ലൈറ്റ് ആൻഡ് മോയ്സ്ചർ. Then, a 24-year-old man is diagnosed with a psychosis. He agrees to start a drug therapy. However, he is asking for the least sedative medication. Which of the following drugs will be most appropriate? So, ഒരു 24-year-old പേഷ്യന്റ് സൈക്കോസിസ് അയാൾ ഡയഗ്നോസ് ചെയ്തു. സോ ഡ്രഗ് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം. ലീസ്റ്റ് സെഡേറ്റീവ് ആയിട്ടുള്ള ഡ്രഗ് ഇതിൽ ഏതാണെന്നാ ചോദിക്കുന്നത്. ഏതാ? റെസ്പിരിഡോൺ. കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി, റെസ്പിരിഡോൺ. ഇപ്പൊ ഓപ്ഷൻ എ ക്ലോസപ്പൈൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ഹൈ സെഡേറ്റീവ് മെഡിക്കേഷൻ ആണ്. നല്ല സെഡേറ്റീവ് ആണ് ക്ലോസപ്പൈൻ. ക്യൂട്ടിയാപ്പനും ഒലൻസിപ്പൈൻ ആണെങ്കിലും മോഡറേറ്റ് ടു ഹൈ റേഞ്ചിലാണ് വരിക. ഏറ്റവും ലീസ്റ്റ് സെഡേറ്റിംഗ് മെഡിക്കേഷൻ ഏതാണ് വരിക? റെസ്പിരിഡോൺ ആ വരിക. ഇപ്പൊ ഹൈ സെഡേറ്റിംഗ് എന്നൊരു ഓപ്ഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ മാറി ഏതാ വരിക? ക്ലോസപ്പൈൻ. നമ്മളപ്പോ അങ്ങനെ വേണം പഠിക്കാൻ. എന്തുകൊണ്ട് നമുക്കൊരു ആൻസർ വന്നു, എന്തുകൊണ്ട് വന്നില്ല, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാം എഴുതാൻ പറ്റും. ഇതിലിപ്പം ലീസ്റ്റ് എന്ന് ചോദിച്ചുകൊണ്ട് റെസ്പിരിഡോൺ എന്ന് പറഞ്ഞു, നേരെ എത്തിച്ച് ഹൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എഴുതണ്ടേ? ക്ലോസപ്പൈൻ എന്ന് വരും. ആൻസറേ മാറും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്. An order of amoxicillin 500 mg 3 times daily for 7 days is prescribed. The pharmacy only stocks amoxicillin 250 mg capsule. How many capsules the pharmacist should dispense? So question എന്താന്ന് വെച്ചാൽ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അമോക്സിസിലിൻ 500 mg 3 times daily for 7 days. ഓക്കെ, 3 പ്രാവശ്യം കഴിക്കണം, 7 ദിവസം കഴിക്കണം. ഇതാണ് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ കിട്ടിയിരിക്കുന്നത്. പക്ഷെ ആ ഫാർമസിയിൽ എത്രയേ ഉള്ളൂ? 250 mg ക്യാപ്സ്യൂൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം ഡിസ്പെൻസ് ചെയ്യണം എന്നാണ്. എത്ര എണ്ണം ചെയ്യണം? ഇത് എങ്ങനെയാ ചെയ്യണ്ടേ? 500 into 3 into 7. 500 into 3 into 7 എന്നാണോ ചെയ്യണ്ടേ? 500 into 3. 1500. അങ്ങനെ ചെയ്യാം. അതല്ലാണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? എന്നിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയല്ലേ നിങ്ങൾ പറയണേ? ആ, അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഡയറക്ട്ലി എങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പൊ 250 എത്ര 250 കഴിച്ചാലാ 500 ആവുക? 2. അപ്പൊ 2 into 3 into 7 ഡയറക്റ്റ് അങ്ങനെ ചെയ്താലും മതി. അതല്ല 500 into 3 into 7 ചെയ്ത് ഡിവൈഡ് ചെയ്താലും മതി. എങ്ങനെയാണേലും ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. നിങ്ങൾ പറഞ്ഞ പോലെ 500 into 3 അങ്ങനെയാണെങ്കിൽ ഒന്ന് ഡിവൈഡ് ചെയ്യണം. അതല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? 2 into 7 into 3 ചെയ്യുക. ഡയറക്റ്റ് നമുക്ക് 42 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അതായത് 250 mg ക്യാപ്സ്യൂൾ 500 ആവണമെങ്കിൽ എത്ര എണ്ണം കഴിക്കണം?
രണ്ടെണ്ണം 2. അല്ലേ? 2 × 3 ടൈംസ് 3 × 7. അപ്പൊ ഡയറക്ട്ലി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാകുമ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ കഴിയും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതും കറക്റ്റ് ആണ്. അതൊന്ന് ഡിവൈഡും കൂടെ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? Yes, ma'am. ഓക്കെ. അപ്പൊ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ്, 25 ക്വസ്റ്റ്യൻസ്. ഇതിപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് പേജിൽ അതിന്റെ ആൻസർ, അതിന്റെ റീസൺ അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് പിന്നെ ഒരു ദിവസം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് മനസ്സിലാവും. പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ഫയൽസ് ഒക്കെ പഠിക്കുന്നുണ്ടാവും. പഠിക്കുമ്പോൾ എന്തുകൊണ്ട് ആൻസർ വന്നു, എന്തുകൊണ്ട് വന്നില്ല, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ നല്ലതാണ്. കാരണം കൂടുതലായിട്ട് നമുക്ക് ഫയൽസിലെ സെയിം ക്വസ്റ്റ്യൻ തന്നെ വരണമെന്നില്ല. ഫയൽസിലെ വരാം, പക്ഷെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വരും. നമ്മൾ അതേപോലെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആൻസർ ചെയ്താൻ കിട്ടില്ല. അപ്പൊ എപ്പോഴും നിങ്ങൾ എന്തുകൊണ്ട് വന്നു, എന്തുകൊണ്ട് വന്നില്ല എന്നും കൂടെ നോക്കി പഠിക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ അല്ലേ? Yes, ആ ma'am. കുറച്ച് ന്യൂ Yes, ma'am. ഇക്വേഷൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. ആ ഇക്വേഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് 1 സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. നാളെ മുതൽ നമ്മൾ കുറച്ചും കൂടെ കാൽക്കുലേഷൻസ്, കുറച്ചും കൂടെ ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ നാളെ മുതൽ ഒന്നും കൂടെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ചെയ്യും കേട്ടോ. ക്വസ്റ്റ്യൻസ് മേ ബി ഒരു 30 ക്വസ്റ്റ്യൻസ് ഒക്കെ ഡെയിലി ചെയ്യും. ഇന്ന് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് 25, 30 ആ ഒരു റേഞ്ച് ആയിരിക്കും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? റെക്കോർഡിങ്സ് നാളെ ആപ്പിലിടും. അതേപോലെ ഇന്ന് തന്നെ ഞാൻ ഈ സ്ലൈഡ്സ് നിങ്ങളുടെ ആപ്പിലിടും. സോ എല്ലാരും ഒന്നുകൂടെ നോക്കുക കേട്ടോ. Okay, ma'am. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you.